വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് മഞ്ഞക്കൂരിക്കറിയാണ്. നമ്മുടെ കായലിൽ നമുക്ക് ലഭിക്കുന്ന മഞ്ഞക്കൂരിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഞ്ഞക്കൂരി മുളകിട്ട് വെക്കുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യം ഞാൻ മഞ്ഞക്കൂരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതാണിത്. പിന്നെ അതിന് വേണ്ടത് പച്ചമുളക്, 2 പച്ചമുളക് നെടുകെ കീറിയിട്ടിരിക്കുന്നത്, കൊടംപുളി, ഇച്ചിരി ഉപ്പും വെള്ളവും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നത്, ഇഞ്ചി, കടുക്, ഉപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക് പൊടി, ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ ഒരു മുളകിട്ട് വെക്കുന്ന മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഇതിൻ്റെ അരപ്പുണ്ടാക്കുകയാണ്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടു. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് നമ്മുടെ മസാലക്കൂട്ടെന്ന് പറയുന്നത്. ഈ 3 മസാലക്കൂട്ടിലേക്ക് വളരെ കുറച്ച് അരപ്പാക്കാൻ പാകത്തിനുള്ള വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് 3 കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വെള്ളമാകാൻ പാടില്ല. നമുക്കിത് അതിൻ്റെ അരപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നേരം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ 3 പൊടിയും കൂടെ മിക്സ് ആവുന്നതിന് വേണ്ടി നന്നായിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇപ്പം നമ്മുടെ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇടേണ്ടത് കടുകാണ്. ഒരു 1/2 ടീസ്പൂണോളം കടുക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചെറിയുള്ളി, വളരെ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി. ഇനി അടുത്തത് ഇടേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 6 വെളുത്തുള്ളി നെടുകെ കീറിയിട്ടിരിക്കുന്നതാണ്. പിന്നെ ചുവന്നുള്ളി ആദ്യം നമ്മുടെ കടുക് പൊട്ടിക്കാൻ ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ ചുവന്നുള്ളി ഇടാം. പിന്നെ വേണ്ടത് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇഞ്ചി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പച്ചമുളകൊക്കെ വരുന്നുണ്ട് ഇഞ്ചിയുടെയും. ഇനി അടുത്തത് പച്ചമുളക് 2 എടുത്ത് നെടുകെ കീറിയിട്ടിരിക്കുന്നതാണ്. പച്ചമുളക് ഇട്ടു. അധികം പച്ചമുളകിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് തന്നെ. ഇനി അടുത്തായിട്ട് നമ്മളിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളത്തിൽ പേസ്റ്റാക്കി വെച്ചിരുന്ന നമ്മുടെ അരപ്പ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മസാലയുടെ ഇത് വരുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അധികം ഉപ്പ് ആവശ്യമില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടംപുളി അടുത്തൊഴിക്കുന്ന കൊടംപുളിയിൽ ഉപ്പിട്ട് വെച്ചതാണ്. അത് ആക്കുന്ന സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. അന്നേരം അതിൻ്റെ ആ വെള്ളവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം അരപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ചും കൂടെ നേരത്തെ എടുത്ത അരപ്പിനകത്ത് കുറച്ച് ഇതുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത്യാവശ്യത്തിനുള്ള മീൻ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. അന്നേരം ആ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം ഇതൊന്ന് വെള്ളം അത്യാവശ്യം നമുക്ക് മൂടി വെക്കാം. ഒന്ന് അത്യാവശ്യം തിളച്ച് വരുമ്പോഴത്തേക്കുമാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 5 മിനിറ്റോളം മൂടി വെച്ചു. ഏകദേശം നമ്മുടെ മീനിൻ്റെ ചാറെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാവുന്നതാണ്. അന്നേരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതിൻ്റെ ചേരുവകളുടെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ തേങ്ങ അരച്ച് വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. അന്നേരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്.